തെരഞ്ഞെടുപ്പ് ബോണ്ടിനെ ന്യായീകരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 303 എംപിമാരുള്ള ബി.ജെ.പിക്ക് ലഭിച്ചത് 6000 കോടി, മറ്റു പാർട്ടികൾക്ക് ലഭിച്ചത് 14,000 കോടി. തെരഞ്ഞെടുപ്പ് ബോണ്ട് കൊണ്ടുവന്നത് കള്ളപ്പണം തടയാൻ വേണ്ടിയെന്ന് അമിത്ഷാ പറഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങൾ വിഷ്ണു നൽകും. വിഷ്ണു, എന്തൊക്കെയാണ് അമിത്ഷാ പറഞ്ഞത്? വിനോദ്, തെരഞ്ഞെടുപ്പ് ബോണ്ടിനെ ന്യായീകരിച്ചുകൊണ്ടാണ് അമിത്ഷാ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനൽ നടത്തിയ പരിപാടിയിലാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടിനെ ന്യായീകരിക്കുന്ന പ്രസ്താവന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരിക്കുന്നത്. അമിത്ഷാ പറയുന്നത് കള്ളപ്പണം തടയുന്നതിന് വേണ്ടിയായിരുന്നു തെരഞ്ഞെടുപ്പ് ബോണ്ട് കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ബോണ്ട് നിർത്തലാക്കുമ്പോൾ കള്ളപ്പണം തിരികെ വരുമെന്നുള്ള ആശങ്ക തനിക്കുണ്ട് എന്നതുമാണ് അമിത്ഷാ പറയുന്നത്. നിലവിൽ ബി.ജെ.പിക്കെതിരെ വലിയ ആരോപണം ഉയരുന്നത് ഏറ്റവും കൂടുതൽ പണം ലഭിച്ചത് ബി.ജെ.പിക്കാണ് എന്നതാണ്. അതായത് 6000 കോടി ബി.ജെ.പിക്ക് ലഭിച്ചു. അത് അമിത്ഷാ തന്നെ സമ്മതിക്കുന്നുണ്ട്. 6000 കോടി ബി.ജെ.പിക്ക് ലഭിക്കുമ്പോൾ മറ്റു പാർട്ടികൾക്ക് 14,000 കോടിയാണ് ലഭിച്ചത് എന്നതാണ് അമിത്ഷാ ഇത്തരത്തിൽ ന്യായീകരണമായി പറയുന്നത്. അതോടൊപ്പം തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ബോണ്ടിന്റെ കണക്കുകളിൽ കൂടുതൽ ദുരൂഹത ഉയർന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയത് സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയായിട്ടുള്ള ഫ്യൂച്ചർ ഗെയിമിംഗ് ആണ്. ഇവർക്കെതിരെ കഴിഞ്ഞ 2019 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 8 സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ക്രമക്കേടുകൾ സംബന്ധിച്ച് മഹാരാഷ്ട്ര, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ 8 സംസ്ഥാനങ്ങൾക്കാണ് മുന്നറിയിപ്പ് നൽകിയത്. ഈ മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനി 190 കോടിയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിയിരുന്നു. അതിനുശേഷം ഈ 2024 വരെയുള്ള കാലയളവിൽ സാന്റിയാഗോ മാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം വാങ്ങിയിരിക്കുന്നത് 1300 കോടിയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകളാണ്. ഇതിലാണ് ഇപ്പോൾ വലിയ ദുരൂഹത ഏറുന്നത്. വിനു.